Hey, I'm Saliha and welcome to my YouTube channel. ഇന്ന് ഞാൻ 8:30 എണീറ്റു. എന്നിട്ട് കുറച്ച് പുറത്തൊക്കെ നോക്കി വ്യൂ ഒക്കെ കണ്ടിരുന്നു. ആഫ്റ്റർ ദാറ്റ് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി. പിന്നെ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. ഓവറൊന്നുമില്ല, ജസ്റ്റ് മോയ്സ്ചറൈസറും ലിപ് ബാമും കാജലും ഇടാറുള്ളൂ. പിന്നെ എൻ്റെ മോർണിംഗ് കുക്കിങ്ങിലേക്ക് കടന്നു. ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. ബ്രോക്കലി ആൻഡ് സ്മാഷ്ഡ് എഗ്ഗാണ്. ഫസ്റ്റ് ഈ ബ്രോക്കലി ഒന്ന് കട്ട് ചെയ്തിട്ട് ബോയിലിംഗ് വാട്ടറിൽ ഒരു 5 minutes ഇടണം. പിന്നെ ഇവിടെ ഞാൻ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. എഗ്ഗിലേക്ക് കുറച്ച് സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കണം. ഇനി മോളുടെ ഫുഡ് ഉണ്ടാക്കണം. അതിന് ഞാൻ ഒരു കാരക്ക ചൂടുവെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ഇന്ന് പിന്നെ കുന്നങ്കായ കുറുക്കാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഞാൻ ഈ ഡേറ്റ്സ് അരച്ചിട്ട് മിക്സ് ചെയ്യും. കാരണം മോൾക്ക് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. എന്തായാലും ഷുഗർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ കുട്ടികളുടെ ഫുഡിൽ. അപ്പോൾ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ കിച്ചണിൽ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടാണ് മോൾക്ക് ഫുഡ് കൊടുക്കൽ. അല്ലാതെ അതിനായിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോഴൊന്നും കയ്യിലുണ്ടാവില്ല. ഇനി ഞാൻ എൻ്റെ ബ്രോക്കലി ആൻഡ് സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് കുറച്ച് ബട്ടർ എടുത്തിട്ട് അതിലേക്ക് ബ്രോക്കലി ആഡ് ചെയ്യുക. ആൻഡ് ബ്രോക്കലിക്ക് വേണ്ട സോൾട്ടും അതുപോലെ തന്നെ പെപ്പറും ആഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ടോട്ടിലിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കണം. ഞാൻ പണിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓരോ പാത്രങ്ങളുടെ യൂസ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കഴുകി നമ്മൾ ഷെൽഫിലേക്ക് വെക്കാറുണ്ട്. അതാകുമ്പോൾ നമ്മുടെ കിച്ചൺ ഓവർ മെസ്സി ആയിട്ട് കിടക്കില്ല ലാസ്റ്റിലേക്ക്. ഇന്നിപ്പോൾ ഇത്രയേ വാഷ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് ക്ലിയർ ചെയ്തിട്ട് ഫുഡ് കഴിക്കാം. മോർണിംഗ് കുറച്ച് റെയിനി ആയിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്.
മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ആളൊന്ന് ഫീഡൊക്കെ ചെയ്ത് ഇപ്പോൾ ഉറങ്ങാണ്. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഞാൻ വേഗം പോയിട്ട് ഒന്ന് നിസ്കരിച്ച് റെഡിയായി. നമുക്ക് 2 പേർക്കും ഇന്ന് പുറത്തേക്കൊന്ന് പോകണം. മോളുടെ ഡ്രസ്സൊക്കെ സൈസ് മാറിയിട്ടുണ്ട്. സോ വലിയ സൈസ് പോയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ പോകുന്നത് പ്രൈമാർക്കിലേക്കാണ്. ഇവിടെ നല്ല കുട്ടികളെ കളക്ഷൻ എപ്പോഴും കാണാറുണ്ട്. സോ ഞാൻ ഈ ബിബ് കണ്ടപ്പോൾ ഇതൊന്നെടുത്ത്, ഇത് ഫുൾ കവറേജ് ആയിട്ട് വരുന്ന ബിബാണ്. ഇതിൻ്റെ ആ ടെഡി ബെയർ ഡിസൈനും നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഞാൻ മോൾക്ക് സ്ലീപ്പിംഗ് സ്യൂട്ട്സ് ആണ് എടുത്തത്. ഇത് മോളുടെ ഈവനിങ് ഫുഡാണ്. റൈസ്, ക്യാരറ്റ് ആൻഡ് പൊട്ടാറ്റോ ആണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. നമ്മൾ പുറത്ത് പോയി വന്നപ്പോഴത്തേക്ക് ലേറ്റായി. സോ എൻ്റെ ലഞ്ച് ഞാൻ ഇപ്പോഴാണ് കഴിക്കുന്നത്. പാസ്ത ആൻഡ് കീഷാണിത്. അതിൻ്റെ കൂടെ ഞാനൊരു കട്ടനും കൂടെ ഉണ്ടാക്കി. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ലേറ്റായിരുന്നു. ഈവനിങ് ഒരു 4:30 ഒക്കെ ആയി. പിന്നെ ഇത് ഡിന്നറാണ്. ഡിന്നർ വേണ്ടിയിട്ട് റെഡിയാക്കാണ്. ഞാൻ റൈസും ചിക്കൻ കറിയാണ് കഴിക്കാമെന്ന് വിചാരിച്ചത്. ഹസ്ബൻഡ് ഉച്ചയ്ക്ക് ചിക്കൻ കറിയും റൈസുമാണ് കഴിച്ചത്. അതുകൊണ്ട് രാത്രി നൂഡിൽസ് മതി എന്ന് പറഞ്ഞു. So that's all for today. See you with another video. Till then, take care. Bye.